ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്, ചക്കര വെള്ളം. പണ്ട് കാലങ്ങളിൽ നമ്മൾ കിണർ കുത്തുമ്പോൾ, ഇപ്പോഴും അതിട്ട് കിണർ കുത്തുമ്പോൾ, അതുപോലെ പണ്ടത്തെ വീടൊക്കെ മേയുമ്പോഴൊക്കെ ഉണ്ടാക്കുന്നൊരു സന്തോഷവേളകളിലൊക്കെ ഉണ്ടാക്കുന്നൊരു ഡ്രിങ്കാണ് ചക്കര വെള്ളം. അപ്പോൾ അത് നമുക്ക് കേക്ക് ഉണ്ടാക്കാനും പായസം ഉണ്ടാക്കാനും ഉണ്ടാവില്ല, ഒരു സാമ്പത്തികം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് ചക്കര വെള്ളം. അപ്പോൾ ഇതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ മധുരത്തിന് പാകമായ ശർക്കര. ഇതിനൊരു അളവ് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ മധുരം കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ശർക്കര എടുക്കുക. അങ്ങനെ ഇതൊരുപാട് ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ഉണ്ടാക്കുകയും ചെയ്യുക കേട്ടോ. നമ്മൾ അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കാനും ഒക്കെ ഒരുപാട് ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ഉണ്ടാക്കാം. മാത്രമല്ല നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇനി കുട്ടികൾക്കൊക്കെ മൂത്രച്ചൂടുണ്ടെങ്കിലൊക്കെ കൂവപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇതിൽ കൊടുക്കും കേട്ടോ. അപ്പോൾ അവർക്ക് കുടിക്കാനും ഇൻട്രസ്റ്റ് ഉണ്ടാവും. വെറുതെ കൂവപ്പൊടി കലക്കണേക്കാളും ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇത് ഹെൽത്തിയുമാണ്. നമ്മളിതിലേക്ക് കുറച്ചധികം തന്നെ ചെറിയുള്ളി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയുള്ളിയുടെ ഫ്ലേവർ വലിയ ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് കുറച്ച് കുറയ്ക്കാം. നമ്മളിതിൽ നല്ലോണം ചെറിയുള്ളി ആഡ് ചെയ്യും. പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചെറിയ ജീരകമാണ്. ചെറിയ ജീരകം പൊടിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാം, അല്ലാതെ നമ്മളിതൊന്ന് ചതച്ചിട്ടാണ്, മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടാണ് ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് തേങ്ങയാണ്. തേങ്ങ എടുക്കുമ്പോൾ നല്ല ഇളയ തേങ്ങ നോക്കിയിട്ട് എടുക്കാം. അതാകുമ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഈ മൂത്ത തേങ്ങനേക്കാളും കുറച്ചുകൂടി ഇളയ തേങ്ങ എടുക്കാം, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മളിതിലേക്ക് പാകത്തിനുള്ള വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളം നമുക്ക് ഒരുപാട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനനുസരിച്ച് മധുരവും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. നമ്മളിത് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ തന്നെ ഇതൊന്ന് തണുപ്പിച്ച് കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. നമുക്ക് ക്ഷീണം അകറ്റാനും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അതേപോലെ നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ജ്യൂസ് ഉണ്ടാക്കുന്നതിനൊക്കെ പകരം ഇങ്ങനെ ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ നമുക്ക് ദാഹവും മാറും, ക്ഷീണവും മാറും, നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവരും എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വലിയ ചിലവുമില്ല, തീ കത്തിക്കും വേണ്ട, വലിയ പണിയില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ വീണ്ടും അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്